44-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ജ്യോതിർലേഖാവലയിഗളിതം യസ്യ ബർഹം ഭവാനി പുത്രപ്രേംണ കുവലയദളക്ഷേപി കർണേ കരോതി ധൗതാപാംഗം ഹരശശിരുചാ പാവകേസ്തം മയൂരം പശ്ചാദദ്രിഗ്രഹണ ഗുരുഭിർഗർജിതൈർനർത്തയേഥാ. അപ്പോൾ ശ്ലോകം ഒന്നും കൂടി ഞാൻ ചൊല്ലാം. ജ്യോതിർലേഖാവലയിഗളിതം യസ്യ ബർഹം ഭവാനി പുത്രപ്രേംണ കുവലയദളക്ഷേപി കർണേ കരോതി ധൗതാപാംഗം ഹരശശിരുചാ പാവകേസ്തം മയൂരം പശ്ചാദ് അദ്രിഗ്രഹണ ഗുരുഭിർഗർജിതൈർനർത്തയേഥാ. നർത്തയേഥാ എന്ന് ക്രിയാരൂപം. നർത്തയേഥാ, അങ്ങ് നൃത്തം ചെയ്യിപ്പിക്കണം. ആരെ? മയൂരം. കസ്യ മയൂരം? പാവകേ തം മയൂരം നർത്തയേഥാ. ആ മയൂരം എങ്ങനെയുള്ളതാണ്? അതാണ് ഇനി ബാക്കി വരികളിൽ പറയുന്നത്. മനോഹരമായിട്ടുള്ള മയൂരത്തിന്റെ വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ. ദേവഗിരിയിലുള്ള സ്കന്ദന്റെ മയൂരത്തെ അങ്ങ് തീർച്ചയായും നൃത്തം ചെയ്യിപ്പിക്കണം. എങ്ങനെയുള്ളതാണ് ആ സ്കന്ദന്റെ മയൂരം? അതാണ് യസ്യ ബർഹം ഭവാനി പുത്രപ്രേംണ കുവലയദളക്ഷേപി കർണേ കരോതി. യസ്യ ബർഹം, യാതൊന്നിന്റെ ബർഹത്തെയാണോ? എന്താ ഈ ബർഹം എന്ന് പറഞ്ഞാല്? ബർഹം എന്ന് പറഞ്ഞാല് പിച്ഛബർഹേ നപുംസകേ എന്ന് അമരകോശത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിച്ഛം എന്ന് പറഞ്ഞാൽ എന്താ അറിയണ്ടാവില്ല അല്ലെ? മയിൽപ്പീലി, അതാണ് ബർഹം. പിച്ഛം ബർഹം ഒക്കെ മയിൽപ്പീലിയുടെ പര്യായങ്ങളാണ്. മയൂരസ്യ ബർഹം, മയൂരസ്യ പിച്ഛം. അപ്പോ ആ മയിൽപ്പീലി, യസ്യ ബർഹം, യാതൊരാളുടെ മയിൽപ്പീലിയാണോ ഭവാനി പുത്രപ്രേമം കൊണ്ട് കരിങ്കോവളപ്പൂ ധരിക്കേണ്ട കർണത്തിൽ ചെയ്യുന്നത്, കർണത്തിൽ അലങ്കാരമായി അണിയുന്നത്. പുത്രനോടുള്ള പ്രേമം കൊണ്ട്, പുത്രന്റെ ആ വാഹനമല്ലേ എന്നു കരുതി പുത്രനോടുള്ള പ്രേമം കൊണ്ട് യാതൊന്നിന്റെ ബർഹത്തെയാണോ, പീലിയെയാണോ ഭവാനി ശ്രീപാർവതീദേവി തൻ്റെ താമര ഇതളുകൾ കൊണ്ട് അലങ്കരിക്കേണ്ട കർണത്തിൽ അലങ്കാരമായി ചെയ്യുന്നത്, ആ മയൂരത്തെ അങ്ങ് തീർച്ചയായും നൃത്തം ചെയ്യിപ്പിക്കണം എന്നാണ് പറയണത്. ആ ബർഹം എങ്ങനെയുള്ളതാണ്? ജ്യോതിർലേഖാവലയിയാണ്. ജ്യോതിർലേഖ എന്ന് പറഞ്ഞാല് ജ്യോതിസിന്റെ ലേഖ, ഒരു വര, അതിങ്ങനെ വലയമായിട്ടുണ്ട്. ജ്യോതിസിന്റെ ശോഭ ഇങ്ങനെ വലയമായി നിൽക്കുന്ന ആ ഒരു ജ്യോതിസ് എന്ന് പറഞ്ഞ തേജസ് തന്നെയാണ് അർത്ഥം കേട്ടോ. ആ തേജോലേഖ ഒരു വലയമായി ഇങ്ങനെ മണ്ഡലാകൃതിയിൽ നിൽക്കുന്ന ആ ബർഹം. ഈ മയൂരത്തിന്റെ പീലികൾ ഇങ്ങനെ, മയിൽപീലികൾ ഇടയ്ക്കിടയ്ക്ക് കൊഴിഞ്ഞു പോകും. അപ്പൊ ആ മയിൽപീലി എന്ന് പറഞ്ഞാല് അതിന്റെ ചുറ്റും ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ആ തിളക്കത്തോട് കൂടിയിട്ടുള്ള പീലിയാണ്. അത്ര മനോഹരമായിട്ടുള്ള തിളക്കത്തോട് കൂടിയ പീലി താമരയിതൾ ധരിക്കേണ്ട കർണത്തിൽ പാർവതീദേവി പുത്രനോടുള്ള പ്രേമം കൊണ്ട് കർണത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മയൂരം പിന്നെ എങ്ങനെയുള്ളതാണ്? ധൗതാപാംഗം, ധൗതമായ അപാംഗത്തോടു കൂടിയത്. എന്താണ് അപാംഗം എന്നുള്ള വാക്കിന്റെ അർത്ഥം? വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപാംഗവും നേത്രയോരന്തവും. വ്യാഖ്യാനം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് അപാംഗവും നേത്രയോരന്തവും ഇത്യമരഹ. അപാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അറ്റങ്ങൾ, അതിനാണ് അപാംഗം എന്ന് പറയാം. അപ്പോ ആ അപാംഗങ്ങളിൽ ധൗത നിറത്തോടു കൂടിയ
കടക്കണ്ണുകൾ വെളുപ്പു നിറമാർന്ന മയൂരം. പിന്നെയോ ഹരശശി രുച, ഹരശശി, ഹരന്റെ ശിരസിലുള്ള ശശി, ആ ശശിയുടെ ശോഭ, ആ ശോഭ കൊണ്ടാണത്രേ ഇതിന്റെ കടക്കണ്ണുകൾ വെളുത്തുപോയത് എന്നും കൂടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ മയൂരം, ആ മയൂരത്തെ എങ്ങനെയുള്ളതാണ്? ആരുടെയാണ് ആ മയൂരം? പാവകിയുടെ ആ മയൂരത്തെ പശ്ചാത് അദ്രിഗ്രഹണ ഗുരുഭി ഗർജിതൈ നർത്തയേഥാ, പിന്നീട് അദ്രിഗ്രഹണ ഗുരുക്കളായ ഗർജിതങ്ങളാൽ നൃത്തം ചെയ്യിപ്പിക്കണം. അപ്പോ പർവ്വതത്തെ ഗ്രഹിക്കാൻ പോകുന്ന ശക്തമായ ഗർജനങ്ങളെ കൊണ്ട് ആ മയൂരത്തെ നൃത്തം ചെയ്യിപ്പിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പശ്ചാത്, പിന്നീട് നൃത്തം ചെയ്യിപ്പിക്കണം.